ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ടാരറ്റ് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എന്ത് എനർജിയാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. എന്ത് കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. എപ്പോഴെപ്പോഴും അത് പറയേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം പിന്നെ എനിക്കറിയാം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. കാർഡ് എടുക്കട്ടെ. എന്താണ് ബോട്ടം വന്നിരിക്കുന്നത്? 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് നിങ്ങളൊരു പൈസ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള നിങ്ങളുടെ കയ്യിലില്ല. ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് എങ്ങനെ ചെയ്യുമെന്നുള്ളത് എന്തോ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ളത്, പൈസപരമായിട്ടുള്ളത്. അത് നിങ്ങൾ എങ്ങനെ അത് മുമ്പോട്ട് പോകും, അതെങ്ങനെ ചെയ്യുമെന്നുള്ളൊരു എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്കെല്ലാം ഡിവൈൻ്റെ സപ്പോർട്ട് കാണും, നിങ്ങൾക്കെല്ലാം അനുകൂലമായി വരും. ഓക്കെ, സോറി, എപ്പോഴും അവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഓക്കെ, പേജ് ഓഫ് വൺസ്, 8 ഓഫ് സോഴ്സ്, ജസ്റ്റിസ്, 9 of swords, the emperor, star, moon card, 10 of swords, 10 of wands, 4 of wands, the fool, knight of wands. ഇത്രയുമാണ് കാർഡ്സ്. ഇപ്പം ബോട്ടം വന്നേക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് പേജ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലൊരു തുടക്കം ഇന്നുണ്ട്. എന്താണ് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം, എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ വിശ്വാസത്തിൽ നിങ്ങളത് തുടങ്ങുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും അതിനകത്തുണ്ട്. പിന്നെ 8 of swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെന്തൊരു കെട്ടിയിട്ട ഫീലിങ്ങിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീലിൽ നിങ്ങൾ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത പോലെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത പോലെ ആ ഒരു എനർജിയിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുക. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യേണ്ട, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരുടെ എനർജിയിൽ നമ്മൾ പോകേണ്ട. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എൻ്റെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ കണ്ണ് കെട്ടിയേക്കുന്നതും കൈയും ഒക്കെ കെട്ടിയേക്കുന്നത് നമുക്ക് ഈസിയായിട്ട് അഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുക ധൈര്യമായിട്ട്. നിങ്ങൾ ഇതെല്ലാം ഈ കെട്ടൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരാൻ ഡിവൈൻ്റെ മെസ്സേജ്. നിങ്ങൾക്കത് സാധിക്കും. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ യജമാനൻ. നിങ്ങളായിരിക്കണം. നിങ്ങൾ തീരുമാനങ്ങളും ഒക്കെ നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ ആയിരിക്കരുത് നിങ്ങൾ ചെയ്യുന്നത്. എന്നാലേ നിങ്ങൾക്കൊരു കോൺഫിഡൻസോടെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്കുള്ള ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഭയങ്കര ഡിവൈൻ്റെ സപ്പോർട്ടോടെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് അങ്ങനൊരു എനർജി കിട്ടിയിട്ടുണ്ട് ഇന്ന്. പിന്നെ 9 of swordsൻ്റെ എനർജി. നിങ്ങൾ എന്തോ ഒരു കാര്യം ഇന്ന് കണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു ഭയം കയറുന്നുണ്ട്. എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നിങ്ങളൊന്ന് പേടിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊരു പെട്ടെന്നൊരു വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് 9 of swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്. ദ എംപറർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര എനർജി ആയിരിക്കും. മറ്റുള്ളവരോടൊന്നും ഗൈഡൻസ് ചെയ്യേണ്ട കാര്യം, കാരണം നിങ്ങൾക്ക് തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഇന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, സ്റ്റാർ വന്നിട്ടുണ്ട്, മൂൺ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകും. നിങ്ങൾക്കിന്ന് അങ്ങനത്തെ ഒരു എനർജി എംപറർ വന്നിരിക്കുന്നുണ്ട്. നിങ്ങളിന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല എനർജിയും ആയിരിക്കും. നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനും ഒക്കെ നല്ല ആക്റ്റീവായിട്ട് നിങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാർ വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള സിറ്റുവേഷനിലെല്ലാം മാറി ഇനിയിപ്പോൾ അങ്ങോട്ടൊരു
ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങൾക്കൊരു തിളക്കമാർന്ന ഒരു ദിവസമായിരിക്കും. ഭയങ്കര സന്തോഷവും എല്ലാം കാണും. ഓക്കെ. പിന്നെ മൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശ്രദ്ധിക്കാനാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇൻഡ്യൂഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളത് വെറുതെ തള്ളിക്കളയരുത്. നിങ്ങളതിലൊന്ന് ഫോക്കസ് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. കാരണം തോന്നുന്നതായിരിക്കും എന്ന് വെച്ച് വിടരുത്. നിങ്ങളുടെ സോൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊരു ഗൈഡൻസ് തരുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 10 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ എൻജോയ് ആക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറച്ച് പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ എൻഡ് ആവുന്നു. നിങ്ങളുടെ കാർമിക് സിറ്റുവേഷനും ഒക്കെ നിങ്ങൾക്ക് എൻഡായിട്ട് ഇന്നത്തെ ദിവസം കൊണ്ട് ഒരു പുതിയ തുടക്കം. നിങ്ങൾക്ക് പേജ് വൺസും ഉണ്ട്, നൈറ്റ് വൺസും ഉണ്ട്. നിങ്ങൾ ഭയങ്കര എനർജിയോടെ നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കാർമിക് സിറ്റുവേഷനൊക്കെ എൻഡ് ആവുന്നതിൻ്റെ ആയിരിക്കും. അത് ഇതുവരെയുള്ള കുറച്ച് പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്നു. പിന്നെ 10 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് ജോലിഭാരം കൂടുതലായിരിക്കാം, ഒരുപാട് പണിയെടുക്കുന്ന ദിവസമായിരിക്കും ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പം ഇത്രയും ദിവസം മഴയൊക്കെ അല്ലായിരുന്നു. ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ വെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഓടി നടന്ന് പണിയെടുക്കുമായിരിക്കും. ഇത് സ്ത്രീകളെ കാണണമെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെയും കൂടെ കുറച്ച് ഏൽപ്പിക്കുക നിങ്ങളുടെ വർക്കൊക്കെ. ഒറ്റയ്ക്കിടന്ന് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാവരുത്. ഒരുപാട് പണിയെടുത്തിട്ട് നമ്മുടെ ബോഡി വീക്കാവുന്നതിനെക്കാട്ടി നല്ലതല്ലേ മറ്റുള്ളവരോടൊക്കെ സഹായിക്കുമ്പം. നമ്മൾ മാത്രം ചെയ്താലേ എല്ലാം വൃത്തിയാവൂ, നമ്മൾ മാത്രം ചെയ്താലേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കിടന്ന് ഒറ്റയ്ക്ക് ചെയ്യേണ്ട. ആണുങ്ങളെ വീഡിയോ കാണുന്നെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ പണിയെടുക്കുന്ന കാണുമ്പോൾ ഓടിപ്പോയിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അവർക്കും ഒരു സന്തോഷമാവുമല്ലോ. അപ്പോൾ 10 ഓഫ് വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇന്ന് നല്ല ജോലിഭാരം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് മറ്റവർക്കൂടെ ജോലി ഒന്ന് ഷെയർ ചെയ്താൽ മതി. പിന്നെ 4 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്തോ ഒരു പാർട്ടിയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണ്. ഒന്നുകിൽ ബർത്ത്ഡേ പാർട്ടി ഇല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ എന്തെങ്കിലും പാർട്ടി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിന്ന് പങ്കെടുക്കുന്ന ദിവസമായിരിക്കും. ആരെങ്കിലുമൊക്കെ നല്ല സന്തോഷമായിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കൂടുന്നുണ്ട്. ഫ്രണ്ട്സോ അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങളൊന്ന് കൂടുന്ന ദിവസമാണ് ഇന്നത്തെ. ഫൂള് വന്നിട്ടുണ്ട്. ഡിവൈനിൽ വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഡിവൈനിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഒന്നും നോക്കുന്നില്ല, മറ്റുള്ളവർ എന്നെ സഹായിക്കുന്നു, മറ്റുള്ളവരെന്താ എന്നെ സഹായിക്കുന്നത്, അങ്ങനത്തെ ഒരു ചിന്തകളൊന്നുമില്ല. നിങ്ങൾ ഡിവൈനിൽ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നൊരു എനർജിയാണ്. നൈറ്റ് വൺസും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ആ നേടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക്. ആ ഒരു എനർജിയിൽ നിങ്ങളിന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം പോസിറ്റീവ് എനർജിയാണ്. പിന്നെ എന്തോ ഒരു കാര്യം പേടിക്കുന്നുണ്ട്, അത് പേടിക്കണ്ട. നമ്മൾ ആ ഒരു ഇന്നത്തെ ആ ഒരു എനർജി ഒന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് എന്തോ ഒരു കാര്യം പേടിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു എനർജി ഉണ്ട്, അതിൻ്റെ ഒന്ന് വിചാരിച്ചാൽ മതി. എന്തോ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് വന്ന് നിങ്ങളൊന്ന് പേടിക്കുന്നതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.